ഇന്നത്തെ നമ്മുടെ ദിവസം തുടങ്ങുന്ന ഇവിടെ നിന്നാണ് കേട്ടോ. അങ്ങനെ മക്കളൊക്കെ ഒരുങ്ങി നേരെ മണിക്കൂട്ടറൊക്കെ ഡാൻസൊക്കെ കളിച്ച് സ്കൂളിൽ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നേരെ വണ്ടി എടുത്ത് റോട്ടിലിറങ്ങി. നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. കർണാടകക്കാരങ്ങനെ ഒരുപാട് വണ്ടി വരുന്നു, കുട്ടികൾ ഉത്സവമായതുകൊണ്ട്. അങ്ങനെ നേരെ സ്റ്റാൻഡിലെത്തി കേട്ടോ. സ്റ്റാൻഡിൽ നിന്ന് എനിക്ക് ഫസ്റ്റ് കിട്ടിയ ഓട്ടം എന്ന് പറയുന്നത് ഗവൺമെൻറ് കോളേജിലേക്കാണ്, തോണിച്ചാൽ. അങ്ങനെ അവിടെ ഞാൻ അവരെയൊക്കെ ഇറക്കി. സ്കൂളിൽ കുറച്ച് കുട്ടികൾ കോളേജിലേക്കൊക്കെ പോകാനായിട്ട് അങ്ങനെ റോഡിലൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നേരെ വന്നു. പുറത്തേക്ക് ഇറങ്ങണതിന് കുറച്ച് റോഡിലേക്ക് ലേശം മോശമാണ് റോഡ്. അങ്ങനെ നേരെ പുറത്ത് വന്നതിന് ശേഷം എനിക്ക് വീണ്ടും കിട്ടിയത് നേരെ 2-4 കേട്ടോ. പോകുന്ന വഴിക്ക് മീൻ മേടിക്കണം എന്ന് പറഞ്ഞു കേട്ടോ അച്ഛൻ. അങ്ങനെ ആ മീനൊക്കെ മേടിച്ച് നേരെ അച്ഛനെ വീടിൻ്റെ അവിടെ കൊണ്ടിറക്കി. പിന്നെ ഞാൻ തിരിച്ച് നേരെ വരേണ്ടത് മാനന്തവാടിക്കാണ്. അങ്ങനെ മാനന്തവാടി സ്റ്റാൻഡിലേക്ക് വരുന്ന സമയത്ത് നേരെ സ്റ്റാൻഡ് എത്തിയപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച ഇങ്ങനെ ഒരു 2 പേരാണ് കേട്ടോ. രണ്ടാളും അത്യാവശ്യം നല്ല തരിപ്പാണ്. പിന്നെ നേരെ സ്റ്റാൻഡിൻ്റെ വേക്ക് കൊണ്ടിട്ടോ. ഇങ്ങനെ ഇനി ഏറ്റവും മുന്നിലെത്തണം, ടേൺ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഓട്ടം കിട്ടണമെങ്കിൽ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ വൈകുന്നേരമായി നേരെ ഇനി മക്കളെ കൂട്ടാൻ പോകണം. അങ്ങനെ നേരെ സ്കൂളിൽ ചെന്നിട്ടോ. സ്കൂളിൽ ചെന്ന് ഫസ്റ്റ് തന്നെ വന്നത് കുഞ്ഞുമാണ്. കുഞ്ഞിനോട് കുറച്ച് ഫോട്ടോസും വർത്താനമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പൊന്നും മണിക്കൂട്ടനും ഒക്കെ വന്നു. അങ്ങനെ 3 പേരോടും കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞു. അങ്ങനെ വൈകുന്നേരത്തെ ഓട്ടം കഴിഞ്ഞു നേരെ വീട്ടിലേക്ക്. അങ്ങനെ മൈസൂർ റോട്ടിലെത്തി കുറച്ച് മീനൊക്കെ മേടിച്ച് വീട്ടിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ ആരും തന്നെ പുറത്തില്ല. മക്കളില്ലാത്തതുകൊണ്ട് തന്നെ ആരും പുറത്തേക്ക് വന്നില്ല. അങ്ങനെ ഇനി ഞാൻ വൈകുന്നേരം വരെ ഓടിയ പൈസയൊക്കെ ഒന്ന് എണ്ണി നോക്കണം എങ്ങനെയുണ്ട് അവസ്ഥ. വളരെ ദയനീയമാണ് കേട്ടോ. ഇന്നാകെ 1000 രൂപയ്ക്ക് ചുവടെയാണ് ഓടിയിട്ടുള്ളൂ. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ ജീവിതം.